10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഫുൾ A+ ഉണ്ടായിട്ട് കൊമേഴ്സ് എടുത്തതെന്നാണ്. സോ ലെറ്റ്സ് ആൻസർ ഇറ്റ് ടുഡേ. ബൈ ദ വേ, ഡോണ്ട് മൈൻഡ് ദ സെറ്റപ്പ്. ഞാൻ റൂമൊന്ന് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. 8ാം ക്ലാസ്സിലുള്ള സമയത്ത് സോഷ്യൽ ഇങ്ങനെ ഡിഫറെന്റ് എക്കോണമീസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു കൊമേഴ്സ് എടുക്കാന്ന്. പക്ഷെ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ലൈക്ക് സ്റ്റീരിയോടിപ്പിക്കലി കൊമേഴ്സ് പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, ലൈക്ക് വീക്ക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഫ്ലെക്സിബിലിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ. എനിക്ക് വായിക്കാനൊക്കെ കുറച്ച് ഇഷ്ടമാണ്. സോ ഞാൻ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചു. ആൻഡ് അതിലെ കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. സോ ഐ തോട്ട് ദാറ്റ് എനിക്ക് ഇതിലാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാം 10th കഴിഞ്ഞിട്ട്. ഇനീഷ്യലി ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാം, ലൈക്ക് CA ACCA അങ്ങനെ എന്തെങ്കിലും. എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കൊമേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ. ഒന്നാമത്തത്, കൊമേഴ്സ് ഈസി ആണോ? ആൻഡ് മൈ ആൻസർ ഇസ് നോ. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് കൊമേഴ്സ് ഭയങ്കര എളുപ്പമാണ്, അധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാർക്ക് കിട്ടിക്കോളും, സയൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബട്ട് എൻ്റെ ഒപ്പീനിയനിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കൊമേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ പൊതുവേ പറയല് 11ലെയും 12ലെയും കൊമേഴ്സ് ഭയങ്കര ഈസി ആണെന്നാണ്. ആൻഡ് ഇപ്പോൾ 11ലെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാനും പറയും 11ലെ കൊമേഴ്സ് ഈസി ആയിരുന്നു. അത്യാവശ്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈവൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും ഒരു 80% വരെ കൊമേഴ്സിൽ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. പക്ഷെ അബൌവ് ദാറ്റ് ടു raise the level, you have to put in efforts. It takes a lot of effort. Next question is കൊമേഴ്സിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? കൊമേഴ്സിൽ നമുക്ക് കോർ സബ്ജക്റ്റ് ആയിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഒന്നാമത്തത് അക്കൗണ്ടൻസി, രണ്ടാമത്തത് ബിസിനസ് സ്റ്റഡീസ്, മൂന്നാമത്തത് എക്കണോമിക്സ്. ആൻഡ് ദെൻ 4ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷണൽ ആയിരിക്കും. ആൻഡ് കോമൺ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മാത്സും ആണ്. ആൻഡ് ഐ ആം എ കൊമേഴ്സ് വിത്ത് മാത്സ് സ്റ്റുഡൻറ്റ്. മാത്സ് ആണോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അത് നമ്മളെ ഇൻട്രസ്റ്റിനെ ബേസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മാത്സ് ആണ്. കാരണം മാത്സിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമുക്ക് 12th കഴിഞ്ഞിട്ട് CA ACCA പോലെയുള്ള എക്സാം ഇഫ് വി വോണ്ട് ടു ഗിവ് ദാറ്റ്, അപ്പോൾ നമുക്ക് മാത്സിന്റെ ഒരു ബേസിക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ്. ലൈക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മാത്സ് അവിടെ വെക്കുമ്പോൾ അതുമായിട്ടുള്ള ആ ടച്ച് വിട്ടു. ആൻഡ് ഓൾസോ ദർ ഇസ് another program by IAM called IPM, and അതിലും നമുക്ക് if we want to attend it മാത്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഒരു കാര്യം കൊണ്ടും പിന്നെ എനിക്ക് മാത്സ് അത്യാവശ്യം കുറച്ച് ഇഷ്ടമായതുകൊണ്ടായിരുന്നു ഞാൻ മാത്സ് ഉള്ള കൊമേഴ്സ് എടുത്തത്. പക്ഷേ 11th ഐ റീച്ച്ഡ് എ പോയിന്റ് വെയർ എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് എനിക്കത് എന്നെ കൊണ്ട് അത് പറ്റുന്നില്ലേനും. പക്ഷെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നോക്കുമ്പോൾ അത് അത്ര പാടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ഇൻ +1 ഈസ് നമ്മൾ അത്രയും കാലം ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചു വന്നേ, പെട്ടെന്ന് നമുക്ക് +1 +2 വരുന്നത് NCERT സിലബസ് ആണ്. സോ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മളെ മാർക്ക് ലൈക്ക് ഇപ്പോൾ നമ്മൾ കുറെ കാലം ലൈക്ക് നമ്മൾ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി ഇതുവരെ വന്നതാണ്. ഞാൻ +1 വന്നിട്ട് കൂടുതലായിട്ട് ഞാൻ കുറെ പേരിൽ കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ദാറ്റ് ഒരു അക്കാഡമിക് ഡൗൺഫോൾ പോലെ ഉണ്ടാവും. ലൈക്ക് നമ്മളെ മാർക്ക് കുറയും. ഈ ഒരു സാഹചര്യത്തിൽ 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ആ ഒരു ഫസ്റ്റ് ടേമിലെ മാർക്ക് കുറഞ്ഞ് അതിൽ ഇതായി പോയിട്ട് പിന്നെ ഒരു മുന്നോട്ടേക്ക് നോക്കൂല ലൈക്ക് ആ കൊല്ലം ആൻഡ് അവിടെ പോയി പോകും. ബട്ട് ദർ ഇസ് അതർ കൈൻഡ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് മാർക്ക് കുറഞ്ഞാലും ദേ സ്റ്റിൽ ട്രൈ ആൻഡ് അത് ഒരു ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമുക്കത് ഇംപ്രൂവ് ചെയ്ത് വി ക്യാൻ ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്. ഇതൊക്കെ ഞാൻ പറയുന്ന നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. ബട്ട് ഇതൊന്നും ബാധിക്കാതെ കുറെ ആൾക്കാരുണ്ട്. ലൈക്ക് ദേ സ്റ്റിൽ സ്കോർ വെരി ഗുഡ് ആൻഡ് ദേ ജസ്റ്റ് ഡൂയിങ് വൗ. ബട്ട് കോമൺലി +1 എത്തിയാൽ അക്കാഡമിക് ഡൗൺഫോൾ ഈസ് എ വെരി കോമൺ തിങ്. യു ജസ്റ്റ് ഹാവ് ടു ട്രൈ ഹാർഡർ. ആൻഡ് കൊമേഴ്സിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ എൻ്റെ പരിമിതമായ അറിവിലാണ് ഞാൻ പറയുന്നത്. ലൈക്ക് എനിക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്തതിൽ ഞാൻ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ.
സോ മെയിനായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവം എന്ന് വെച്ചാൽ CA ACCA CMA അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സ്. അതെല്ലാവർക്കും അറിയണ്ടോ. അല്ലാണ്ട് ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് IAM ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആൻഡ് കേരളത്തിൽ കുറേ പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് കുറച്ചുകൂടി ഫേമസ് ആണ്. ആൻഡ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി IPM പ്രോഗ്രാമിലേക്ക് നമ്മൾ ആക്സെപ്റ്റഡ് ആവണമെങ്കിൽ 12th കഴിഞ്ഞിട്ട് അതൊരു 5-year പ്രോഗ്രാം ആണ്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദാറ്റ് പ്രോഗ്രാം യു വിൽ ബി ഗ്യാരണ്ടീഡ് എ ജോബ് ആൻഡ് മോസ്റ്റ്ലി ഇൻ അബ്രോഡ്. സോ എൻ്റെ ഗോളും അങ്ങനെയാണ്. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ആക്സെപ്റ്റ് ആണെങ്കിൽ IP MAT ആണെന്ന് തോന്നുന്നു. ഈ എക്സാം നമ്മൾ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യണം. ബട്ട് ദിസ് ഈസ് എ വെരി ഗുഡ് പ്രോഗ്രാം. ഒരേ ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഇത് കോസ്റ്റ് ഇസ് വെരി ഹൈ. ബട്ട് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും വളരെ നല്ല രീതിയിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഓൾസോ ഇത് IAM പോലെ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഐ ഗെസ്. ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ CA എഴുതണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ CAന്റെ പാസിംഗ് റേറ്റ് ഭയങ്കര ഹാർഡ് ഇറ്റ് ഇസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ വെരി ലോ. ആൻഡ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ CAക്ക് കൂടുതൽ വാല്യൂ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ CA ഇസ് വെരി പവർഫുൾ. ബട്ട് എബ്രോഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് ACCA ആണ്. ആൻഡ് കുറച്ചുകൂടി പാസിംഗ് റേറ്റ് യു ഹാവ് മോർ ചാൻസസ് ദെയർ. ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു ACCA എഴുതാം. കാരണം എൻ്റെ ഗോൾ എന്ന് വെച്ചാൽ കൂടുതലും എബ്രോഡ് ഓറിയന്റഡ് ആണ്. കൊമേഴ്സിൽ എനിക്ക് അറിയുന്നിടത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് 2 രീതിയിലാണുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് സൈഡിലെ ജോബും ഒന്ന് മാനേജ്മെന്റ് സൈഡിലെ ജോബും. ആൻഡ് കൊമേഴ്സ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് അക്കൗണ്ടിങ്ങിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടി താല്പര്യം മാനേജ്മെന്റ് സൈഡിലാണ്. ആൻഡ് ഐ തിങ്ക് എൻ്റെ സ്കിൽസും മാനേജ്മെന്റ് സൈഡിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ ഞാനിപ്പോൾ കൂടുതലും ആ ഒരു സൈഡിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സെർച്ച് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു കോളേജിൽ നിന്ന് ഡിഗ്രി ആൻഡ് ഒരു MBA കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം തിങ്സ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, പിന്നെ ബിസിനസ് അങ്ങനെയുള്ള കുറെ സാധനമുണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആൻഡ് ബിസിനസ് അനാലിസ്റ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രീം ചൂസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഫോളോ യുവർ ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ പൈലറ്റ് ആവണം. ആൻഡ് പൈലറ്റിന് മെയിൻ ആയിട്ട് വേണ്ട സബ്ജക്ട്സ് ഫിസിക്സ് ആൻഡ് മാത്സ് ആണെന്ന് തോന്നുന്നു. അതിന് നമ്മൾ എന്തെങ്കിലും ടു സെർവ് ദാറ്റ് ഗോൾ നമ്മൾ എന്തെങ്കിലും സയൻസ് എടുക്കണം. ആൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്സിനും ഫിസിക്സിനും എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയുള്ള, അതായത് നമ്മളെ എൻഡ് ഗോളിനെ സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എടുക്കുന്ന സ്ട്രീം. അല്ലാണ്ട് വെറുതെ എടുത്തു പോയിട്ട് കാര്യമില്ല. രണ്ടാമത്തത്, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഫുൾ A+ കിട്ടിയോണ്ടോ അല്ലെങ്കിൽ 8 A+ കിട്ടിയോണ്ടോ അല്ലെങ്കിൽ 9 A+ കിട്ടിയോണ്ടോ ഒരിക്കലും സയൻസ് എടുക്കരുത്. ലൈക്ക് ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ഫോർ ദാറ്റ് സബ്ജക്ട് എടുക്കുക. പക്ഷേ ജസ്റ്റ് ബിക്കോസ് നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വെച്ച് സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സയൻസ് എടുത്തിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നല്ല പഠിക്കുന്ന കുട്ടികളായിട്ടും ഡൗൺഫോൾ. സോ മോർ ദൻ ദാറ്റ്, സ്റ്റീരിയോടിപ്പിക്കലായിട്ട് സയൻസ് എടുത്ത സമയത്ത് നമ്മളെ സൊസൈറ്റിയിൽ ഭയങ്കര വാല്യൂ കിട്ടും. സയൻസ് ആണോ കിട്ടിയെന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് നമ്മളെ കാര്യം കൂടി നോക്കണം. നമ്മളെ ഗോൾസും കൂടി കൺസിഡർ ചെയ്യണം. ജസ്റ്റ് ബിക്കോസ് others do it, don't do it. But if that is what you want, just go for it. Like ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്, മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി. ബട്ട് അല്ലാണ്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് എനിക്ക് മാർക്ക് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കാം, എനിക്ക് കുറവാണ് അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുക്കുക, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഇൻ ലോങ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, നമ്മൾ ആ സ്റ്റീരിയോ ടൈപ്പ് മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് സിറ്റ് ദെയർ. ആൻഡ് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഡിഫറെൻറ്റ് സ്ട്രീംസിനെ കുറിച്ചും പറയുന്നത്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ആ സമയത്ത് നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ, ദിസ് സൗണ്ട്സ് വെരി ഗുഡ്. ലൈക്ക് നമ്മളുണ്ടല്ലോ ഇങ്ങനെ പൊതുവേ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ അല്ലാണ്ട് കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബ്സ് ഉണ്ട്. ആൻഡ് അതിലേക്കൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ട്രാഫിക് അവിടെ കുറവായിരിക്കും. ആൻഡ് യു ക്യാൻ ഓൾസോ ഗെറ്റ് പെയ്ഡ് വെരി ഗുഡ്. സോ ഇത് റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് നിങ്ങളുടെ സ്കിൽസ് ഇതിന് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബെനിഫിറ്റ് യു മോർ ഇൻ ദ ലോങ് റൺ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ.